ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर, अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है. മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിനു കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച 2 സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000-ലധികം രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജൂൺ 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1493ഓളം കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000-ഓളം രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹമാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. ഈ മാസം 15-നും 16-നുമാണ് സെമി ഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കല ശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം, ചെന്നൈ, തിരുവനന്തപുരം, താമ്പരം, തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.